ഓക്കെ, പ്രൈസ് ഇപ്പോൾ 1:4 എത്തി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് 1:3 മൂവ് ചെയ്തു. ട്രയൽ മൂവ് ചെയ്തു, SL മൂവ് ചെയ്തിട്ട് 1:3 നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റജി ഇല്ല, അതേപോലെ റിസ്ക് മാനേജ്മെന്റ് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂള് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മുടെ സ്മാർട്ട് ട്രേഡർ പ്ലസിന്റെ ഇന്നത്തെ ട്രേഡ്സ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു അൽഗോ എന്ന് പറയുന്നത് സെമി ഓട്ടോമേറ്റഡ് അൽഗോയാണ്. ഈ ഒരു അൽഗോയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യും. റിസ്ക് മാനേജ്മെന്റ് ആണെങ്കിലും ഒരു ട്രേഡ് എൻ്റർ ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തൊരു സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജിനെ ബേസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ട്രേഡിലൂടെ എൻ്റർ ചെയ്യും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ട്രയലിങ്ങിന്റെ മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ഫസ്റ്റ് ഇപ്പോൾ ഒരു ട്രേഡ് ഇവിടുന്ന് പ്ലേസ് ആയി, നമുക്ക് ഇവിടെ ഒരു ട്രേഡ് പ്ലേസ് ആയിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ലെവലിലായിരിക്കും. ഈ ഒരു സ്വിംഗിലോ റീസെന്റ് സ്വിംഗിലോ കുറച്ച് ബഫർ കൊണ്ട് ആഡ് ചെയ്യും. അങ്ങനെയായിരിക്കും ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ശേഷം മാർക്കറ്റ് മൂവ് ചെയ്ത് 1:1 ലെവലിലോട്ട് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ബ്രേക്ക് ഈവനിലോട്ട് വരും. ഇതാണ് ട്രേഡിന്റെ ബ്രേക്ക് ഈവൻ, ഈ ഒരു ലെവലിലോട്ട് വരും. അതിന് 1:1 ലെവലിൽ മാർക്കറ്റ് എത്തണം. ഓക്കെ, ശേഷം അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഈവനിൽ അത് ക്ലോസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ ഒരു മെത്തേഡ് ഓപ്ഷണലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. 1:1 എത്തുമ്പോൾ ബ്രേക്ക് ഈവനിലോട്ട് മൂവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് സെറ്റിംഗ്സിനകത്ത് പോയിട്ട് ഓണും ഓഫും ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ 1:1 എത്തുമ്പോൾ ബ്രേക്ക് ഈവനിലോട്ട് മൂവ് ചെയ്യൂല. ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യും. അപ്പോൾ ഇപ്പൊ ഞാൻ ഓൺ ആക്കി വെച്ചത് കൊണ്ട് അത് ഈ പ്രാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട്. 1:1 എത്തിയപ്പോൾ അത് ബ്രേക്ക് ഈവനിലോട്ട് മൂവ് ചെയ്തു. ശേഷം 1:2 എത്തുമ്പോൾ ഈ ബ്രേക്ക് ഈവനിൽ നിൽക്കുന്ന TP വന്നിട്ട് ബ്രേക്ക് ഈവനിൽ നിൽക്കുന്ന SL വന്നിട്ട് 1:1 വരും. ഓക്കെ, 1:2 പ്രൈസ് എത്തുമ്പോൾ 1:1 അത് SL ട്രയൽ ചെയ്ത് മൂവ് ചെയ്യുന്നത്. ഇനി 1:3 എത്തുമ്പോൾ ഈ SL ട്രയൽ ചെയ്ത് 1:2 ഒന്ന് നിൽക്കും. ഇപ്പോൾ ആ ഒരു കണ്ടീഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇനിയും 1:4 മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു SL മൂവ് ചെയ്ത് 1:3 ഒന്ന് നിൽക്കും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ട്രയലിംഗ് SL മെക്കാനിസം RR ബേസിൽ ട്രയലിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് ഇവിടെ നിന്നും താഴോട്ട് വന്ന് ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ SL ഹിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. ഇനി അതല്ല മാർക്കറ്റ് ഇനിയും മേലോട്ട് തന്നെ പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയലിംഗ് മേലോട്ട് മൂവ് ചെയ്തത് കാണാൻ പറ്റും. ഓക്കെ, അടുത്ത 1:3 ആണ് നെക്സ്റ്റ് ടാർജറ്റ്. ഇവിടെ നമുക്ക് ഒരു ഡാഷ്ബോർഡിൽ നോട്ട് ചെയ്ത് കാണാൻ പറ്റും. ഓട്ടോ ട്രയൽ SL ലോക്കോഡ് 2+2R 1:2 നിൽക്കുകയാണെന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് അതുകൂടെ കളക്ട് ചെയ്യാൻ പറ്റും. 1:3 വരെ എടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, പ്രൈസ് ഇപ്പോൾ 1:4 എത്തി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് 1:3 മൂവ് ചെയ്തു. ട്രയൽ മൂവ് ചെയ്തു, SL മൂവ് ചെയ്തിട്ട് 1:3 നിൽക്കുകയാണ്. ഇപ്പോൾ ഈ മാർക്കറ്റ് ഇനിയും 1:5 തന്നെ പോവുകയാണെങ്കിൽ അത് ഈ ഒരു SL മൂവ് ചെയ്തിട്ട് 1:4 മൂവ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി അതായത് എവിടെ നിന്നാണോ തിരിച്ചിറങ്ങുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ക്യാപിറ്റൽ റിക്വയർമെന്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് നിലവിൽ ഇത് $1000 വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ $1000 നമുക്ക് ചെറിയൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. ഓക്കെ, $10,000 ആണെങ്കിൽ നമുക്കിത് സേഫ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു അൽഗോ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കിതിനൊരു അസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റജി ഇല്ല, അതേപോലെ റിസ്ക് മാനേജ്മെന്റ് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂള് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു അൽഗോ ചെയ്യുന്ന ജോലി എന്ന് വെച്ചാൽ ഒരു ട്രേഡിലോട്ട് ഇതിനകത്തൊരു സ്ട്രാറ്റജി ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജിനെ കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ്സിലോട്ട് എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്യുന്ന സമയത്ത് റിസ്ക് മാനേജ്മെന്റ് എല്ലാം കറക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും എൻ്റർ ആവുന്നത്. നമ്മളിവിടെ ഒരു 0.04 ലോട്ട് സൈസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ലോട്ട് സൈസ് വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ഈ ഒരു എൻട്രി പ്രൈസ് ആണല്ലോ, ഈ ഒരു എൻട്രി പ്രൈസും അതേപോലെ ഒരു സ്റ്റോപ്പ് ലോസും കാണാൻ പറ്റും. ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ്
നമ്മുടെ ക്യാപിറ്റലിന്റെ 1% ലോസ് വരുന്നുള്ളൂ. ഏകദേശം $1000 ഇവിടെ യൂസ് ചെയ്ത് ക്യാപിറ്റൽ. അപ്പം $10 ആയിരിക്കും നമുക്ക് ഇവിടെ ലോസ് വരുന്ന എമൗണ്ട്. ആ രീതിയിൽ നമുക്ക് കറക്റ്റ് റിസ്ക് മാനേജ്മെന്റ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ ട്രേഡ് പ്ലേസ് ആവുന്നത്. നമ്മളിപ്പോൾ ഇവിടെ 1:3 ആണെങ്കിൽ നമ്മുടെ SL ട്രയൽ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ട്രയലിംഗ് സ്റ്റോപ്പെല്ലാം അവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രയലിംഗ് സ്റ്റോപ്പ് വേണോ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അൽഗോ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെമോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് അത് റിയലിലോട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഏകദേശം ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 43.59 ആണ്. ഞാൻ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ $1000 ആയിട്ട് കാണിക്കുന്നത്. ഈ ഒരു SL ഹിറ്റ് ആവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. മാർക്കറ്റ് ഈ ഒരു SL ഹിറ്റ് ആവാതെ മേലോട്ട് തന്നെ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് 1:4 ഈ ഒരു ട്രയലിംഗ് സ്റ്റോപ്പ് മൂവ് ചെയ്ത് അത് 1:5 എത്തണം. 5 എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു SL 1:4 മൂവ് ചെയ്യും. ഇതിപ്പോൾ ഈ ഒരു ട്രേഡ് ഇപ്പോൾ ഇവിടെ ക്ലോസ് ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഓക്കെ, ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ്സ്. കുറച്ച് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ട്രേഡ്. ഏകദേശം $72 ആണ് ഇന്നത്തെ ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്ത ക്യാപിറ്റൽ $1000 ആയിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു അൽഗോ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം വരേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലാണ്. bcblavitrading.com വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കൊരു സെക്ഷൻ കാണാൻ പറ്റും, ട്രേഡിംഗ് ബോർഡ്സ്. അവിടെ നമുക്ക് സ്മാർട്ട് ട്രേഡർ പ്ലസ് എന്ന് പറയുന്ന ഒരു അൽഗോ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഗെറ്റ് ആക്സസ് ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈസിങ് പേജിലോട്ട് പോകും. നമ്മളിതിപ്പോൾ നിലവിൽ ഈ പ്രോഡക്റ്റിന്റെ പ്രൈസിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡെമോ അക്കൗണ്ടിലും അതേപോലെ തന്നെ റിയൽ അക്കൗണ്ടിലും ഫ്രീ ആയിട്ടാണ്. അതിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അൽഗോ ടെസ്റ്റ് ചെയ്യണം, ഡെമോ അക്കൗണ്ടിൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെമോ അക്കൗണ്ടിൽ ആക്സസ് എടുക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിലാണ് ടെസ്റ്റ് ട്രൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് ഡെമോ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു IB പാർട്ണർ വെരിഫിക്കേഷൻ നെറ്റ്വർക്കാണ് കാണിക്കുന്നത്. ഒരു പോപ്പ് വിൻഡോ കാണിക്കും. അപ്പോൾ ഈ ഒരു റിയൽ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ണർ ബ്രോക്കറിന്റെ അണ്ടറിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രമേ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ $39 പെർ മന്ത് എന്നുള്ള ഈ ഒരു പ്രൈസിങ്ങിലോട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് റിയൽ അക്കൗണ്ടിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാനാണ് ബെറ്റർ ആയിട്ടുള്ളത്. വേറെ എക്സ്ട്രാ കോസ്റ്റ് നിലവിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ ഒരു അൽഗോ ഡെമോയിൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ട്രൈ ഫ്രീ ഡെമോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനും നിങ്ങൾക്ക് IB പാർട്ണർ വെരിഫിക്കേഷന്റെ ആവശ്യം വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ അതിലോട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ പാർട്ണർ ചേഞ്ചിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട്, നമ്മുടെ പാർട്ണർ വെരിഫിക്കേഷൻ പാർട്ണർ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. ശേഷം നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലായിട്ടാണോ ഈ ആക്സസ് വേണ്ടത് അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒന്നുകൂടെ അത് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. വീണ്ടും ഒന്ന് റീടൈപ്പ് ചെയ്യണം. ഓക്കെ, ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇവിടെ കൊടുക്കാം, നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കാം. ഇവിടെ ബ്രോക്കർ സെർവർ, ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് കറക്റ്റായിട്ട് കൊടുക്കും, മാച്ചിങ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആക്സസ് കറക്റ്റ് കിട്ടത്തില്ല. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സെർവർ അടിച്ചു കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ബ്രോക്കർ സെർവർ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ആൽഗോ കണക്ട് ആവത്തില്ല. ഓക്കെ, കേസ് സെൻസിറ്റീവ് ആണ്, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവണം. ശേഷം നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇവിടെ ഒന്ന് കൊടുക്കാം. കൺട്രി സെലക്ട് ചെയ്തിട്ട് വാട്സാപ്പ് നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം കണ്ടിന്യൂ ടു അഗ്രിമെന്റ്. നിങ്ങളുടെ ഒരു റിസ്ക് ഡിസ്ക്ലെയിമർ കാണാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ശേഷം ഇത് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ ആക്സസ് ആവത്തുള്ളൂ. ശേഷം ഐ അക്സെപ്റ്റ് അഗ്രിമെന്റ് കൊടുത്തിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്ന ഒരു വിൻഡോ വരുന്നുണ്ടാവും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൽഗോ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ അൽഗോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ ഒരു അൽഗോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഫയൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് റിയലിൽ വേണമെന്നുണ്ടെങ്കിൽ റിയലിന്റെ ആക്സസ് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഡെമോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ റിയലിലോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ, ഈ ഒരു മോസ്റ്റ് പോപ്പുലർ പാർട്ണർ ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്ലാൻ അവിടെ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് നമുക്ക് കൊടുക്കാം. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇമെയിൽ
ഓൾറെഡി IB പാർട്ണർ ചെയ്തിട്ടുണ്ടാവണം. ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ കാണിക്കും. അവിടെ കണ്ടിന്യൂ ടു എഗ്രിമെന്റിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു ആക്സസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 2 പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇത് നമുക്കൊരു പെയ്ഡ് പ്ലാൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി പാർട്ണർ ചേഞ്ച് ചെയ്യാൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് വിൻഡോ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആൽഗോ യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇതൊന്ന് ഫസ്റ്റ് ഡെമോയിൽ ട്രൈ ചെയ്ത് നോക്കാം. ശേഷം നിങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം റിയലിലോട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സാപ്പ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി.